നമ്മൾ ഇന്ന് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീയാണ് ചെയ്യുന്നത്. ഞാൻ മോൻ്റെ പാരൻസ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീയാണ്. നമ്മൾ ഉച്ചയ്ക്കാട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണി ആ ഒരു ടൈമിലാണ് പോകുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും മോൻ്റെ പാരൻസ് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ചുരിദാർ, കുർത്ത അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ജീൻസും ടോപ്പുമാണ് ഇടുന്നത്. എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ അവരുടെ സ്കൂളിൽ മിക്കവാറും പാരൻസൊക്കെ ഈ ഒരു മോഡലിൽ തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോണത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് പാരൻസ് മീറ്റിങ്ങിനൊക്കെ. പിന്നെ വിചാരിച്ചു എന്താ പറയുക, അവർക്കൊക്കെ ഇടാച്ചെങ്കിൽ പിന്നെ എന്താ എനിക്കിട്ടാ. അങ്ങനെ ഞാൻ ഇന്ന് ജീൻസൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഞാൻ പറഞ്ഞില്ല 2 മണി 3 മണി ആ ഒരു ടൈമിലാണ് പോകുന്നത്. പ്ലിക്സിൻ്റെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത്. ഇനി ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ആ ബോട്ടിൽ തന്നെ കേട്ടോ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ മാറി മാറി യൂസ് ചെയ്യാറില്ല. പിന്നെ ഇന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാറുള്ളൂ എന്നില്ല കേട്ടോ. എനിക്ക് പ്രൊമോഷൻ ടൈമിന് ഏത് ബ്രാൻഡാണോ കിട്ടുന്നത് ആ ബ്രാൻഡ് ഞാൻ നല്ലതാണെങ്കിൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐബ്രോസ് ഫില്ലിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ മുഖത്തിന് ആ ഒരു ഡെഫിനേഷൻ കിട്ടാനൊക്കെ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. പിന്നെ ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വല്ലാതെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. അതായത് ഫൗണ്ടേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. പാരൻസ് മീറ്റിംഗ് അല്ലേ, അപ്പോൾ നാച്ചുറലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, അങ്ങനെ പരത്തിയിട്ടോ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറും കൊണ്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ കേട്ടോ. പിന്നെ മാലിയോ എന്ന് തന്നെ തോന്നുന്നു വായിക്കാം. അതിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടി മീൻസ് വല്ലാതെ ഇങ്ങനെ ചൊക്കപ്പിച്ചിട്ടൊന്നുമല്ല, കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഒരു കുട്ടി ബ്ലഷ് ആട്ടോ, മീൻസ് വല്ലാതെ ഇങ്ങനെ എടുത്തറിയുന്ന രീതിയിലൊന്നല്ല, കുറച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തിളക്കവും ഒരു ചുവപ്പും ഒക്കെ കിട്ടുമല്ലോ അല്ലേ. ഇനി പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാകണ്ടില്ലേ, ഇത് ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കുന്ന പൊട്ടാട്ടോ വെച്ചെടുത്ത്. ഇനി മുടി ആസ് യൂഷ്വൽ ഞാൻ പോണിറ്റെയിൽ കെട്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. എപ്പോഴും ഞാൻ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ ഞാൻ പോണിറ്റെയിൽ തന്നെ കേട്ടോ കെട്ടി കൊടുക്കാറുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒക്കെ എങ്ങനെയാണ് പാരൻസ് മീറ്റിങ്ങിന് പോകാറുള്ളത്? ഇപ്പോഴും സാരിയൊക്കെ എടുത്തിട്ടാണോ പോകാറുള്ളത്, അതോ ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണോ പോകാറുള്ളത്? എല്ലാതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെന്താ, നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് പറയണേ. ഞാൻ എന്തായാലും ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാനിപ്പോൾ ഒന്നരാടൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മുന്നോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ വല്ലാതെ ഒട്ടി നിൽക്കാതിരിക്കും കേട്ടോ. ഇനി ഈ ഒരു കുട്ടി കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അതും കൂടി ഇട്ടെടുത്ത് വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വളയും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, വാച്ച് മാത്രം കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്പ്രേ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ പോവാം. അപ്പോൾ സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ നിരത്തി പരത്തി അടുപ്പിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു കോലത്തിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഏത് ടൈപ്പ് വീഡിയോ വേണ്ടെന്നും കമൻറ്റ് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.